ഡെവലപ്മെൻ്റൽ സൈക്കോളജിയിൽ ഇത്തവണ പറയാൻ പോകുന്നത് സാമൂഹ്യവൽക്കരണം എന്ന ഏരിയയാണ്. ഇന്ന് മനഃശാസ്ത്ര പഠനങ്ങൾ കേട്ടുപഠിക്കാം എന്ന എൻ്റെ ചാനലിലെ 50-ാമത്തെ ഭാഗമാണ്. ഡെവലപ്മെൻ്റൽ സൈക്കോളജി എന്ന് പറയുന്ന തിയറീസ് കുറച്ച് ഡ്രൈ ആയിരിക്കും, പോകുന്തോറും രസകരമായി വരും. തിയറികളൊക്കെ എപ്പോഴും ഇച്ചിരി ഡ്രൈ ആയിരിക്കും, നമുക്ക് മനസ്സിലാക്കാനും ഒക്കെ ഇച്ചിരി പ്രയാസമായിരിക്കും. 1-2 വട്ടം നിങ്ങൾ ആവർത്തിച്ച് കേട്ടാൽ മാത്രമാണ് കുറേ കാര്യങ്ങൾ ബോധ്യമാവുക. പ്രത്യേകിച്ചും ബേസിക് തിയറിയെക്കുറിച്ച് നമുക്ക് അത്ര ജ്ഞാനമില്ലെങ്കിൽ വളരെ നല്ലതാണ് 1-2 തവണ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുക എന്നുള്ളത്. സംശയം കമൻറ്റിലൂടെ ചോദിക്കുകയാണെങ്കിൽ പറയുകയും ചെയ്യും. സാമൂഹ്യവൽക്കരണം എന്നുള്ളത് സമൂഹവൽക്കരണ പ്രക്രിയയിലൂടെയാണ് എല്ലാ വ്യക്തികളും സമൂഹ വ്യവസ്ഥയിലെ ഒരു അംഗമായി മാറുന്നത്. നമ്മുടെ മനോഭാവങ്ങൾ, ഓരോ അംഗത്തിൻ്റെയും ആറ്റിറ്റ്യൂഡ്, ബിലീഫ്സ്, വിശ്വാസങ്ങൾ, ആചാരാനുഷ്ഠാനങ്ങൾ, മൂല്യങ്ങൾ, ധർമ്മങ്ങൾ തുടങ്ങി സമൂഹത്തിലെ വിവിധ സംഘങ്ങളുടെ പ്രതീക്ഷകളാണ്. ഇവയെക്കുറിച്ചൊക്കെ അറിയുന്നതിലൂടെ നമ്മൾ സാമൂഹ്യവൽക്കരണം എന്ന ഒരു പ്രക്രിയയിലൂടെ നമ്മൾ നടന്നെടുക്കുക. ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ഒരു പ്രക്രിയയാണ് സാമൂഹ്യവൽക്കരണം എന്നുള്ളത്. മറ്റുള്ളവരുമായിട്ടൊക്കെ നമ്മൾ പൊരുത്തപ്പെട്ട് സംതൃപ്തരായി സമൂഹത്തിൽ ജീവിക്കുവാൻ മനുഷ്യനെ പ്രാപ്തനാക്കുന്നത് ഈ സാമൂഹ്യവൽക്കരണ പ്രക്രിയയാണ്. പൊരുത്തപ്പെടുക എന്നുള്ളത് വളരെ സങ്കീർണമായ ഒരു കാര്യവുമാണ്. ചില ധർമ്മങ്ങളെക്കുറിച്ചുള്ള സാമൂഹ്യാവബോധം കുട്ടിക്കാലത്ത് തന്നെ സംഭവിക്കാറുണ്ട്. എന്നാൽ മറ്റു ചിലവയെ സംബന്ധിച്ചിടത്തോളം പിൽക്കാലത്തിനാണ് പ്രാധാന്യം. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും വിവിധങ്ങളായ ധർമ്മങ്ങളാണ് നമ്മൾ പഠിക്കുക. ഉദാഹരണമായി, ഒരു ബാലന് വിദ്യാർത്ഥി, അയൽക്കാരൻ, കൂട്ടുകാരൻ, മകൻ, ജ്യേഷ്ഠൻ എന്നിങ്ങനെ പല ധർമ്മങ്ങളുണ്ട്. യൗവനത്തിൽ ഭർത്താവ്, അച്ഛൻ, സഹപ്രവർത്തകൻ എന്നിങ്ങനെയുള്ള പുതിയ ധർമ്മങ്ങളുള്ളതുമായി നമുക്ക് കാണാം. ഇത്തരത്തിലുള്ള ഓരോ വ്യത്യസ്ത ധർമ്മങ്ങളും ഒരുപാട് പൊരുത്തപ്പെടലുകളുടെ ഫലമാണ്. സാമൂഹ്യവൽക്കരണം ഒരു ദ്വിമാന പ്രക്രിയയാണ് എന്നാണ് പൊതുവെയുള്ള അഭിപ്രായം. കുറച്ചു മുമ്പ് വരെ മാതാപിതാക്കന്മാരുടെയും അധ്യാപകരുടെയും സ്വഭാവ സവിശേഷതകളാണ് കുട്ടികളുടെ സ്വഭാവത്തിലും പെരുമാറ്റത്തിലും കാണുന്ന സവിശേഷതകൾക്ക് കാരണമെന്നാണ് നമ്മൾ വിശ്വസിച്ചിരുന്നത്. എന്നാൽ ഈ ധാരണയ്ക്കൊക്കെ നല്ല മാറ്റങ്ങളാണ് ഇപ്പോൾ ഉണ്ടാകുന്നത്. പ്രത്യേകിച്ചും 1970s-ലും 1980s-ലും 1990s-ലൊക്കെ വരുന്ന ഗവേഷകരുടെ ഗവേഷണ ഫലങ്ങളിൽ കുട്ടികളും മാതാപിതാക്കളും പരസ്പരം സ്വാധീനിക്കുന്നു എന്നൊരു കണ്ടെത്തൽ ധാരാളം നടന്നിട്ടുണ്ട്. എന്ന് നമ്മൾ പറയുമ്പോഴും ഓരോരുത്തരുടെയും സ്വഭാവത്തെയും പെരുമാറ്റത്തെയും പരസ്പരം വീടിനുള്ളിൽ ഒരു ഫാമിലിയിൽ സ്വാധീനിച്ച് പരസ്പരം അവർ ബാധ്യതപ്പെട്ടിരിക്കുന്നു എന്നുള്ള പഠനങ്ങളാണ് തെളിയിക്കുന്നത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം, ശിശുക്കളെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തിലെ അനുഭവങ്ങൾ അവരുടെ സാമൂഹ്യവൽക്കരണത്തിന് ചോദകമായി തീരാറുണ്ട്. അതേസമയം കുഞ്ഞുങ്ങളുടെ സാമീപ്യം പുതിയ ധർമ്മങ്ങളുടെ പഠനത്തിൽ വീട്ടിലുള്ള മുതിർന്നവർക്ക് പ്രേരണ നൽകുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് പരസ്പരം സ്വാധീനിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഉദാഹരണമായി
പേരക്കുട്ടി പിറക്കുമ്പോൾ അതുവരെ അച്ഛനും അമ്മയുമായിരുന്ന വ്യക്തികൾ മുത്തശ്ശനും മുത്തശ്ശിയുമായി മാറും. അതുവരെ അറിഞ്ഞതിൽ നിന്ന് വ്യത്യസ്തമായൊരു ധർമ്മം അവർ പുലർത്തും. ജീവിതത്തിൽ എല്ലാ ഘട്ടങ്ങളിലും പുതിയ പുതിയ ധർമ്മങ്ങളാണ് മനുഷ്യർ പഠിക്കേണ്ടിയിരിക്കുന്നത്, ചെയ്യുന്നത്, ജീവിച്ചു കാണിക്കുന്നത്. മുതിർന്നവർ ഭാവിയിൽ ഉണ്ടായേക്കാമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന മാറ്റങ്ങളെ നേരിടാനുള്ള തയ്യാറെടുപ്പ് നടത്തും. ജോലിയിൽ നിന്ന് വിരമിക്കാറായ വ്യക്തി ഭാവിയിൽ കൂടുതൽ ഉണ്ടാകാനിടയുള്ള വിശ്രമ സമയം ഉപയോഗപ്പെടുത്തുന്നതിനുള്ള വഴികളെക്കുറിച്ച് ആലോചിക്കും. അതായത് ദശാസന്ധികൾക്ക് അനുസൃതമായി ധർമ്മങ്ങളുടെ സാമൂഹ്യവൽക്കരണവും നടക്കുന്നു. അടുത്തതായി പരിസ്ഥിതിയും പാരമ്പര്യവും എന്നതാണ്. പരിസ്ഥിതി എൻവയൺമെൻറ്റും നമ്മുടെ ഹെറിഡിറ്ററിയും. നേച്ചർ ആൻഡ് നർച്ചർ കോൺട്രവേഴ്സി എന്നൊക്കെ നമുക്ക് പറയാമെങ്കിലും ആ ഒരു വ്യക്തിയുടെ സ്വഭാവം എത്രത്തോളം പാരമ്പര്യ ഘടകങ്ങളെ ആശ്രയിച്ചും എത്രത്തോളം ചുറ്റുപാടിനെ ആശ്രയിച്ചും ഇരിക്കുന്നു എന്നത് വളരെ 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 തർക്കവിഷയമായൊരു കാര്യമാണ്. പരസ്പരം ഇപ്പോഴും പറയാറുണ്ട്, ഞാൻ അവളെത്തിയത്, നീ അവളെത്തിയത്. ഒരു ശിശു കമിഴ്ന്നു വീഴുന്നു, മുട്ടിൽ നീന്തുന്നു, ഇരിക്കുന്നു, നിൽക്കുന്നു, പിച്ചവയ്ക്കുന്നു, നടക്കുന്നു. ഇത്തരം പരിവർത്തനങ്ങൾ ജനിതക ഘടകങ്ങളെ ആശ്രയിച്ച് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഈ മാറ്റങ്ങൾ പോലും ചിലപ്പോൾ ചുറ്റുപാടുകളിലെ പ്രത്യേകത മൂലം തടസ്സപ്പെട്ടേക്കാം. ഉദാഹരണമായി മരുന്നുകൾ, രാസവസ്തുക്കൾ, പോഷകാഹാരക്കുറവ്, രോഗങ്ങൾ, അമിത നിയന്ത്രണങ്ങൾ, വൈകാരിക പ്രശ്നങ്ങൾ തുടങ്ങിയവ കാരണം സ്വാഭാവിക വളർച്ചയ്ക്ക് വിഘാതമായി തീരുന്ന പല കാര്യങ്ങളും ഒരു കുഞ്ഞിനുണ്ടായിത്തീരാം. ചില പ്രവർത്തനങ്ങൾ വീണ്ടും നമ്മൾ കൊണ്ട് പരിശീലിപ്പിച്ച് മെച്ചപ്പെടും. ഉദാഹരണമായി സംഗീതം, ചിത്രകല, കായികക്ഷമത, ഇതൊക്കെ നമുക്ക് പരിശീലിപ്പിച്ചെടുക്കാവുന്നതാണ്. ഇത് പരിസ്ഥിതിയോട് ബന്ധപ്പെട്ട് സംഭവിക്കുന്നതാണ് കേട്ടോ. വികാരം പ്രകടിപ്പിക്കാനുള്ള കഴിവ് സ്വാഭാവികമായിട്ടുണ്ടാവുന്നതാണ്. ദേഷ്യം, ഇഷ്ടം, സങ്കടം എന്നിങ്ങനെ പല വികാരങ്ങളും കുഞ്ഞുങ്ങൾ പ്രകടിപ്പിക്കാറുണ്ട്. ഇത് ജന്മസിദ്ധമായ വാസനയാണ്. പക്ഷേ സന്ദർഭത്തിനനുസൃതമായ വിധത്തിൽ ഈ വികാരങ്ങളെ എങ്ങനെ നിയന്ത്രിക്കണം എന്നത് അവർ ചുറ്റുപാടിൽ നിന്നും പഠിക്കുന്നതാണ്. ഇങ്ങനെ വ്യക്തിയുടെ സ്വഭാവം ജനിതക ഗുണങ്ങളുടെയും ചുറ്റുപാടുകളുടെയും പരസ്പര സ്വാധീനത്തിൻ്റെ ആകെത്തുകയാണ് എന്ന് കാണാം. ഓക്കെ, ഇതോടുകൂടി നമ്മുടെ പരിസ്ഥിതി പഠനം, സോഷ്യലൈസേഷൻ, സാമൂഹ്യവൽക്കരണം, പരിസ്ഥിതിയും പാരമ്പര്യവും എന്നുള്ള ആ ഡെവലപ്മെൻ്റൽ സൈക്കോളജിയിലെ ആദ്യ ഭാഗം കഴിയുകയാണ്. അടുത്തതായി അതിൻ്റെ സിദ്ധാന്തങ്ങളും നിഗമനങ്ങളുമാണ്. അതിനകത്ത് സോഷ്യൽ ലേണിംഗ് തിയറി, ഇൻഫർമേഷൻ പ്രോസസ്സിംഗ് തിയറി, ക്ലാസിക്കൽ, ഓപ്പറൻ്റ് കണ്ടീഷനിങ്, ഇതെല്ലാം വരും. ആ തിയറിയും കുറച്ച് ട്രൈ ചെയ്യാം. അത് കഴിഞ്ഞ് ഇതിൻ്റെ മെച്ചപ്പെട്ട രീതിയിലേക്ക് നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറച്ചും കൂടെ ലളിതമായ രീതിയിലേക്ക് വരും. ഓക്കെ, താങ്ക് യു.